എൻ്റെ വോയിസ് നമ്മൾ കാണാൻ പോകുന്നത് ബൊറോട്ട നാരുഡോസ് നെക്സ്റ്റ് ജനറേഷനിലെ എപ്പിസോഡ് നമ്പർ 281 എന്ന 3 എപ്പിസോഡ്സ് ആണ്. അപ്പോൾ ഞാൻ കുറേ ഡിലേ ആവുന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് ശരിയാക്കാമെന്ന്, എല്ലാം ശരിയാവും. ഓക്കെ, അങ്ങനെ നമുക്ക് എപ്പിസോഡിലേക്ക് പോകാം. എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ പഴയ കണ്ട ആ ഒരു എപ്പിസോഡ്സിൻ്റെയൊക്കെ കംപ്ലീഷനുമാണ്, അതുപോലെ തന്നെ പുതിയൊന്നിൻ്റെ തുടക്കമാണ്. എപ്പിസോഡിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനത്തിൽ കണ്ടത് എന്താ? നമ്മളുടെ ബൊറോട്ടോ കിസറുനെ തിരക്കിട്ട് വരുന്നു അല്ലേ. നമ്മളുടെ ബൊറോട്ടോ കിസറുനെ തിരക്കിട്ട് അങ്ങനെ കാത്തു നിൽക്കുമ്പോഴാണ് കിസറു തേടിയ വള്ളി കാലിൽ ചുറ്റി എന്ന് പറഞ്ഞതുപോലെ വന്ന് നിൽക്കുന്നത്. നമ്മളുടെ കിസറു ബൊറോട്ടോനെ കണ്ടത് ഓടുവാണ്. അതേസമയം നമുനേനെയാണെങ്കിൽ നമ്മളുടെ പിള്ളേർ ചേർന്ന് എടുത്തോണ്ട് പോവാണ്. ആര്? നമ്മളുടെ ഷമോയും അതുപോലെ തന്നെ യട്സും. അപ്പോൾ അവർ പറയുന്നുണ്ട് ബൊറോട്ടോ വലിയ ഹീറോയാണ്, അവനൊരു വില്ലേജിൽ തന്നെ ഗാർഡ് ആവാൻ ചാൻസ് ഉണ്ട്, കാരണം അത്രയ്ക്കും പൊളിയായിട്ടാണ് അവൻ പെർഫോം ചെയ്യുന്നത്, വേറെ ആര് ഇത്രയും വലിയൊരു സാക്രിഫൈസ് ചെയ്യുമെന്നൊക്കെ. അങ്ങനെ എന്തെയാണ് നമ്മളുടെ ഷമ പോയിട്ട് നമ്മളുടെ റൗക്രോനോടെ കാര്യങ്ങളൊക്കെ പറയാണ്. എന്നിട്ട് ഫസ്റ്റ് എയ്ഡ് ബോക്സ് എവിടെ ഇരിക്കുന്നു, അത് ഇത്തിരി ആവശ്യമുണ്ടെന്ന് പറയാണ്, കാരണം നമുനയ്ക്ക് വലിയ പരിക്കാന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും എന്തെയാണ് റൗക്രോ പറയണത്, ഇല്ല എനിക്ക് അതെവിടെ നിൽക്കുന്നതെന്ന് അറിയത്തില്ല, പക്ഷെ നീ പറഞ്ഞത് വെച്ച് ബൊറോട്ടോ ഇപ്പോൾ മിക്കവാറും കിസറുവിൻ്റെ പുക കാണും. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അങ്ങോട്ട് ചെല്ലാണ്. കിസറുവിൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും ലീഡ് കിട്ടുമെന്നറിയാലോ. അതേസമയം നമ്മളുടെ നമുന അവൻ്റെ ജീവിതത്തിൽ ഇനി എന്തോ ഒന്നും കൂടെ ബാക്കിയുണ്ട്, ഒരു സാക്രിഫൈസ് ബാക്കിയുണ്ടെന്ന് തോന്നുകയാണ്. കാരണം ബൊറോട്ടോ സാക്രിഫൈസ് ചെയ്തപ്പോഴാണ് അവൻ്റെ ലൈഫ് കംപ്ലീറ്റ് ആയതുപോലെ ബൊറോട്ടോയ്ക്ക് തോന്നുന്നത്. അപ്പോൾ എപ്പോഴും അവൻ സാക്രിഫൈസ് ചെയ്യുന്ന ആളാണ്, എപ്പോഴും അവൻ്റെ ലൈഫ് അവൻ വെച്ച് കാണാറില്ല ബാക്കിയുള്ളവരെ രക്ഷിക്കുക. അപ്പോൾ അതാണ്. അപ്പോൾ അത് കാരണം തന്നെ നമ്മളുടെ നമുനയ്ക്കും തോന്നുകയാണ് താൻ കൂടെ സാക്രിഫൈസ് ചെയ്താൽ മാത്രമേ തൻ്റെ ലൈഫിൽ ചെയ്ത എല്ലാ തെറ്റുകൾക്കും മോക്ഷം കിട്ടും. അങ്ങനെ നമ്മളുടെ നമുന പറയാണ്, ഞാൻ ഈ ഡോർ ഹോൾഡ് ചെയ്തോളാം, നിങ്ങളെല്ലാവരും പുറത്ത് പോകാൻ. നമ്മുടെ മുതുകിൽ ഒരു വലിയ വെട്ട് തന്നെ ഉണ്ട്. അങ്ങനെ നമ്മളുടെ പിള്ളേരെല്ലാം ഷമോ അതുപോലെ തന്നെ നമ്മളുടെ യട്സോ അതുപോലെ തന്നെ റൗക്രോ എല്ലാവരും പുറത്തു പോവാണ്. നമുന ആ ഒരു ഡോർ ഹോൾഡ് ചെയ്ത് തന്നെ നിൽക്കുകയാണ്. കാരണം ഈ ഡോർ ഒരാൾ ഇരിക്കുമ്പോൾ അത് അടയത്തില്ല, ആൾ എഴുന്നേറ്റ് മാറിയാൽ മാത്രമേ അത് അടയത്തുള്ളൂ. ചിലപ്പോൾ ഇരിക്കുന്ന ആൾ ഇറുകി മരിച്ചാലും അവിടെ ഗ്യാപ്പ് ഉണ്ടായിരിക്കും, ബൊറോട്ടോയ്ക്കും ബാക്കിയുള്ളവർക്കും ആ സമയം കൊണ്ട് അകത്ത് കയറാം. അങ്ങനെ നമ്മളുടെ നമുനേൻ്റെ അടുത്ത് വേണ്ടാന്ന് പറയുന്നുണ്ടെങ്കിലും അവസാനം വേറെ വഴിയില്ലാതെയാണ് നമ്മളുടെ പിള്ളേരും പുറത്തു പോകുന്നത്. എന്തായാലും അവർ ബൊറോട്ടോനെ തിരക്കി പോകുന്നുണ്ട്, നമുന അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളുടെ ബൊറോട്ടോനെ കാണിക്കുകയാണ്. ബൊറോട്ടോ പറയാണ്, നിന്റെ കയ്യിലുള്ള ആ ഒരു സംഭവം ഞാൻ കണ്ടു കഴിഞ്ഞു, അടുത്തത് വെച്ച് നീ ട്രാക്ക് ചെയ്യാൻ ട്രേസ് ചെയ്യാൻ സംസാരിക്കാൻ നോക്കുകയാണോ? നടക്കില്ല മോനെ എന്ന്. ആരോടാ? നമ്മളുടെ കിഡ്സിനോട്. അവൻ ഇപ്പോഴും അടുത്ത കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് യൂസ് ചെയ്ത് കണക്ട് ചെയ്ത് സംസാരിക്കാൻ നോക്കുകയാണ്, ഇയർ ഫോൺ യൂസ് ചെയ്ത്. അത് ബൊറോട്ടോ പിടിച്ചു, പക്ഷേ ഇവന് സംസാരിക്കാനൊന്നും തന്നെ പറ്റില്ല, കണക്ഷൻ കിട്ടുന്നില്ല. അപ്പോഴത്തേക്കും അവൻ്റെ കയ്യിലുള്ളത് കാർഡ് 7 ആണ്. എനിക്കിവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം? ഞാൻ ഈ കാർഡ് നിന്റെ തരുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ ബൊറോട്ടോ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അപ്പം ആ ഒരു സമയത്താണ് നമ്മളുടെ ഷമോയും യട്സും അതുപോലെ തന്നെ റൗക്രോയും അങ്ങോട്ട് വരുന്നത്. അവർ വരുമ്പോൾ കാണുന്നത് നമ്മളുടെ ബൊറോട്ടയ്ക്ക് നേരെ അറ്റാക്ക് ചെയ്യാൻ നിൽക്കുന്ന കട്സുറിനെയാണ്. അത് കണ്ടത് മനസ്സിലായി, ഇവൻ തന്നെയാണ് വില്ലൻ. അങ്ങനെ നമ്മളുടെ ഷമോയും അതുപോലെ തന്നെ നമ്മളെ യട്സും കൂടെ അവരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് റൗക്രോ അങ്ങോട്ട് വരുന്നത്. എനിക്ക് നിന്റെ പ്രഭാഷണമൊന്നും കേൾക്കേണ്ട ഒരാവശ്യമില്ല, മര്യാദയ്ക്ക് നീ പറഞ്ഞോ ഇവിടെ നിന്നും എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടത്, നിനക്കത് അറിയാമെന്ന് എനിക്കറിയാമെന്ന് നമ്മളുടെ റൗക്രോ പറയാണ്. ഓ പിന്നെ നീ ചോദിച്ചോണ്ട് ഞാൻ പറയാൻ പോലെന്നും പറഞ്ഞ കട്സുറോ ഒരു വലിയ കുഴി കുഴിച്ച് നിങ്ങളും ഞാനും ഇവിടെ കിടന്ന് ചാവാനാ പോകുന്നേ എന്നും പറഞ്ഞ അതിലേക്ക് ചാവിടുന്നുണ്ട്. അപ്പം നമ്മളുടെ ബൊറോട്ടോയും പിള്ളേരും പുറകെ തന്നെ പോകുന്നുണ്ട്. ഈ ഒരു കുഴി ഉണ്ടാക്കിയതും ഫയർ സ്റ്റൈലാണ്. അതിന് അറ്റാക്ക് ചെയ്യുന്നത്, അതിനകത്ത് കയറുമ്പോൾ അറ്റാക്ക് ചെയ്യുന്നതും ഫയർ സ്റ്റൈൽ യൂസ് ചെയ്താണ്. അതുവഴി ഒരുപാട് പാറ കഷ്ണങ്ങൾ ഇവരുടെ പുറത്തോട്ട് പൊളിച്ചിടുന്നുണ്ട്. പക്ഷെ നമ്മളുടെ ബൊറോട്ടോയും ഷമോയും ചേർന്ന് അതെല്ലാം തടഞ്ഞു നിർത്തുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ നമ്മളുടെ കട്സുറോ നേരെ വന്ന് അറ്റാക്ക് ചെയ്യുന്നത് റൗക്രോനാണ്. റൗക്രോ എന്ന് സുമ്മാവാ. റൗക്രോ ആണെങ്കിൽ പാരസൈറ്റ് ഒരുമാതിരി വേംസിനെ യൂസ് ചെയ്താണ് അറ്റാക്ക് ചെയ്യുന്നത്, പുഴു പോലത്തെ. അപ്പോൾ അത് പുറത്ത് കയറിയിട്ട് അതിനെ വെച്ചിട്ട് നമ്മളുടെ കട്സുറോന്റെ കൺട്രോൾ എടുക്കാൻ നോക്കുകയാണ്. എന്നാൽ റൗക്രോനെ അടിച്ചിടാണ് കട്സുറോ. ആ സമയത്താണ് ഒരു റസങ്കൻ പാഞ്ഞു വരുന്നത്. പെട്ടെന്ന് കാണാതെ നിന്റെ ചക്ര ഇത്രയേ ഉള്ളൂ, അതെനിക്കറിയായിരുന്നു എന്ന് പറയുമ്പോഴാണ് ആ റസങ്കൻ ഇൻവിസിബിൾ റസങ്കനായിരുന്നു, അത് വന്ന് അടിച്ച് അവൻ അവിടെ വീഴുന്നത് മൂക്കും കുത്തി. ആ ഒരു സമയത്ത് റൗക്രോ പറയുന്നുണ്ട്, നീ ഇവിടെ ആരെയും കൊല്ലാൻ പോകുന്നില്ല, ഞങ്ങൾ എല്ലാവരും രക്ഷപ്പെടുമെന്ന്. അപ്പോൾ നമ്മളെ റൗക്രോന്റെ ഉള്ളിലും നല്ലൊരു മനസ്സുണ്ട്. അപ്പോഴത്തേക്കും നമ്മളുടെ ആരെ കാണിക്കാണ് കവാക്കി മിറ്റ്സുകി സറഡ. അവരാണെങ്കിൽ അൻപൂല ആരെയോ പോലെ ഇരിക്കുന്ന ഒരാളെ ഫോളോ ചെയ്ത് പോവാണ്. അങ്ങനെ നമ്മളുടെ മിറ്റ്സുകി പറയുന്നുണ്ട് ഇത് ഉറപ്പായിട്ടും അൻപു തന്നെ ആണെന്ന്. അങ്ങനെ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവർ ആ ഒരു
ഒരു ട്രൂപ്പ് കവറപ്പ് ചെയ്ത് പിടിക്കുകയാണ്. അത് അൻപു തന്നെയാണ്. അങ്ങനെ എന്തെയാണ് നമ്മളെ അടുത്ത് കാണിക്കുന്നത് നമ്മളുടെ കിഡ്സറോനാണ്. അപ്പോൾ അവനാണെങ്കിൽ ഇവരെല്ലാം അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞ് മുമ്പോട്ട് വരാണ്. ഇവരുടെ അറ്റാക്ക് കാരണം അവനും പരിക്കേറ്റിട്ടുണ്ട്. അവനാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആദ്യം യത്സുവിനെ അറ്റാക്ക് ചെയ്ത് വീഴ്ത്താണ്. അതിനുശേഷം ഷമോയ്ക്ക് നേരെ പോവാണ് അറ്റാക്ക് ചെയ്യാൻ. യത്സു അറ്റാക്ക് ചെയ്ത് വീണെങ്കിലും അവൾ എഴുന്നേറ്റ് വരാൻ. ഇവിടെ വെച്ച് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവാണ്. അതായത് ഷമോയ്ക്ക് നേരെ പോകുന്നത് യഥാർത്ഥത്തിൽ യത്സു ആണ്. അതായത് നമ്മളുടെ കിസറു പോയിട്ടില്ല, യത്സു അടിയേറ്റ് പരിക്ക് പറ്റി നമ്മളുടെ കിസറുവിൻ്റെ അടുത്ത് നിന്ന്. എന്നിട്ട് അവൾ തന്നെയാണ് എന്നിട്ട് ആ പരിക്കോടെ ഇവരുടെ അടുത്തേക്ക് പോകുന്നത്. നമ്മളുടെ ഷമോയുടെ കൂടെയാണ് ബൊറൂട്ടോ ഉള്ളത്. ബൊറൂട്ടോ പറഞ്ഞിട്ടുണ്ട്, അയ്യോ നീ എന്ത് പറ്റി യത്സു, നീ ഞങ്ങളുടെ കൂടെ എങ്ങനെ വിട്ടുമാറിപ്പോയേ? അത് ശരിയാണ്, അവൾ എങ്ങനെ വിട്ടുമാറിപ്പോയെന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല. അവൾ പറഞ്ഞു എന്തോ ഹാലുസിനേഷൻ പോലെ തോന്നി, എനിക്ക് വഴി മാറിപ്പോയി. ശരി നീ ഇപ്പോൾ ഓക്കെ അല്ലേ എന്ന് ബോറോട് ചോദിക്കുമ്പോൾ അതെ ഞാൻ ഓക്കെയാണ്, എന്നാലും കിഡ്സറോ എന്ന് അവൾ പറയാണ്. അതേസമയം സറാഡേനെ കാണിക്കുകയാണ്. സറാഡ ആണെങ്കിൽ അവർക്ക് നേരെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. അവരാണെങ്കിൽ നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ തന്നെ ഇവർക്ക് നേരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഡിഫൻസ് മാത്രമാണ് ചെയ്യുന്നത്, അങ്ങോട്ടൊരു അറ്റാക്കും ചെയ്യുന്നില്ല. അപ്പോൾ അവർക്ക് നേരെ പോകുന്ന ഒരു അറ്റാക്കും വില പോകുന്നില്ല. അപ്പോൾ കൺഫേം ചെയ്ത് മിറ്റ്സുക്കി പറയണ എടാ ഇത് അൻപു ബ്ലാക്ക് ഓപ്സ് ആണ്, ഇത് ഇവരോട് അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന്. അതേസമയം നമ്മളുടെ ഷമോയ്ക്ക് ഒരു ഇത് കിട്ടാണ്. അതിൽ വായിച്ചു നോക്കുമ്പോഴാണ് അവന് മനസ്സിലാവുന്നത് കിസറോ നിരപരാധിയാണ്. അതായത് നമ്മളുടെ ഇവിടെ അൻപുവും അത് തന്നെയാണ് പറയുന്നത്. കിസറോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ സസ്പെക്റ്റഡ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ആളല്ല. പക്ഷേ കിസറോ അൻപുയുടെ മെമ്പറാണ്. കിസറോനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഞങ്ങൾ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിപ്പോൾ കണക്റ്റ് ആവുന്നില്ല. അത് കാരണമാണ് ഞങ്ങളിപ്പോൾ തിരക്കിറങ്ങിയത്. ആ ട്രെയിൻ മിസ്സായതും അതിപ്പോൾ എവിടെ ഉണ്ടെന്നും ബാക്കി കാര്യങ്ങളെല്ലാം ഞങ്ങൾക്കറിയാം. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി തിരക്കാനാണ് ഞങ്ങൾ നിൽക്കുന്നത്. എന്നാലും കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല അവൻ പറഞ്ഞത്. അപ്പോൾ അത് കറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റിയില്ല എന്ന് പറയാണ്. അപ്പം നമ്മുടെ പോലത്തെ സംശയം കവാക്കി ചോദിക്കുകയാണ്, ഇല്ല ഇവൻ കാറയിലെ മെമ്പറായിരുന്നു, പക്ഷെ അതിനുശേഷം അവൻ ഇതിനകത്തായിരുന്നു. ഇപ്പോൾ കുറേ നാളുകൊണ്ട് ഇതിനകത്ത് തന്നെയാണെന്ന് പറയാണ്. നമ്മളുടെ കിസറോ ഇതിനകത്ത് ആയതുകൊണ്ടാണ്, അതായത് നമ്മൾ അൻപൂലായതുകൊണ്ടാണ് ആ സ്വഭാവം അങ്ങനെ വന്നേക്കുന്നത്. ഇപ്പോൾ ബൊറൂട്ടോ ആണെങ്കിൽ അവന് നേരെ പോയേക്കാണ്. കാരണം യത്സുവിനെ നേരെ അറ്റാക്ക് ചെയ്തത് കിസറോ ആണെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ കിസറോ എന്തിനു വേണ്ടിയിട്ടായിരിക്കും അത് ചെയ്തതെന്ന് ഇവർക്ക് രണ്ടുപേർക്കും, ഷമോയ്ക്കും അതുപോലെ തന്നെ യത്സുവിനും മനസ്സിലാവുന്നില്ല. എന്നാലും ബൊറൂട്ടോ പോയേക്കുന്നത് നമ്മുടെ കിസറോ വില്ലെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ബൊറൂട്ടോ പോയിട്ട് ആ ഒരു രീതി തന്നെ അവനോട് സംസാരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ കവാക്കി ആണെങ്കിൽ ഇവിടെ എവിടെ ആയിരിക്കും എങ്ങനെയായിരിക്കും ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കുകയാണ്. ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ചോദിക്കുകയാണ്. അത് ഞങ്ങളുടെ കയ്യിലുണ്ട്, പക്ഷേ ഇപ്പോൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയാണ്. അപ്പോൾ അവർക്കറിയാവുന്ന ഡീറ്റെയിൽസും ഇവർ പറയാണ്. അതിൽ നമ്മുടെ ബൊറൂട്ടോ ഇപ്പോൾ ട്രെയിനിൽ ഉണ്ടെന്ന കാര്യവും പറയാണ്. എന്നാൽ തന്നെ അത് ഒരു നല്ല കാര്യമാണ്. ബൊറൂട്ടോ എങ്ങനെയെങ്കിലും രക്ഷപ്പെടും, എന്തെങ്കിലും വഴി കണ്ടുപിടിക്കും. ഈ ഒരു സംഭവം അവൻ കണ്ടുപിടിക്കും. പക്ഷെ അവൻ അതെങ്ങനെ എടുക്കുമെന്ന് അറിയത്തില്ലെന്ന് സറാഡ പറയണം. അപ്പോഴത്തേക്കും മിറ്റ്സുക്കി പറയാണ്, എങ്ങനെ പോയാലും ബൊറൂട്ടോ ഒരാളെ പെട്ടെന്ന് മനസ്സിലാക്കുന്ന ടൈപ്പാണ്. അപ്പോൾ അവൻ മനസ്സിലാക്കുക തന്നെ ചെയ്യുമെന്ന്. അത് തന്നെയാണ് കവാക്കിയും പറയുന്നത്. ബൊറൂട്ടോ എന്തിയാണ് ഇവിടെ വരെയാണ്. ഇവിടെ നമ്മളുടെ കിസറോ ആയിട്ട് സംസാരിക്കുകയാണ്. കിസറോ ബൊറൂട്ടോ പറയുന്നതെല്ലാം അവൻ അൻപൂലാണെന്ന് മനസ്സിലാക്കി ബൊറൂട്ടോ എന്ന് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. കിസറോന് കിട്ടിയ സീക്രട്ട് ആയിട്ടുള്ള നോട്ടാണ് ആ ഒരു സ്ക്രോളിലുള്ളത്. അതാണ് ഷമോ തിരിച്ചു കൊണ്ടുപോയി കൊടുക്കാൻ നോക്കുന്നത്. ഷമോ പോകുന്ന വഴി അവൻ ഒട്ടും ടയേർഡായിട്ട് വീഴുന്നുണ്ട്. അപ്പോഴത്തേക്കും അവൻ്റെ മുത്തശ്ശിയുടെ ഫോട്ടോ മുമ്പിൽ വീഴുമ്പോൾ എങ്ങനെയും എനിക്കത് തടയണം, എല്ലാവരെയും രക്ഷിക്കണമെന്ന് പറഞ്ഞ് ഷമോ പിന്നെയും വേഗത്തിൽ ഓടിപ്പോവാണ്. അപ്പോൾ കിസറുവിനെ തോപ്പിച്ച് റസംഗിനെ അടിക്കാനായിട്ട് ബോട്ട് പോവാണ്. കിസറു ആണെങ്കിൽ ഫയർ സ്റ്റൈൽ യൂസ് ചെയ്യാണ്. റസംഗിനും ഫയർ സ്റ്റൈലും അങ്ങനെ കൊളാബായിട്ട് അങ്ങനെ സ്പ്ലാഷ് ആവാൻ പോകുന്നതിൻ്റെ ഇടയ്ക്കാണ് വന്ന് ഷമോ കയറുന്നത്. ഷമോയ്ക്ക് ഫയർ സ്റ്റൈൽ കൊണ്ട് പരിക്കേക്കാണ്. അപ്പോഴും എന്നാലും ഷമോ വിട്ടുകൊടുക്കാതെ സ്ക്രോൾ കൊടുക്കാണ്. മുത്തശ്ശിക്ക് ഞാൻ കൊടുത്ത വാക്ക് ഞാൻ പാലിച്ചു, ഞാൻ ഒരു കാരണവശാലെങ്കിലും ഒരാൾക്ക് നല്ലത് ചെയ്തു എന്ന് നമ്മൾ ഷമ പറഞ്ഞിട്ട് അങ്ങനെ ഷമ അവിടെ വെച്ച് മരിച്ചു പോകുന്നത് പോലെ പോവാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ ബൊറൂട്ടോയും എല്ലാവരും ചെന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഷമ മരിച്ചു കിടക്കാണ്. അപ്പോഴത്തേക്കുമാണ് പിന്നെയും ട്വിസ്റ്റ് നമ്മളുടെ കിസറോ ആണെങ്കിൽ വന്നിട്ട് ബൊറൂട്ടോയുടെ നെഞ്ചത്ത് നോക്കി കത്തി ക്യൂനായി കുത്തിയിറക്കാണ്. റൗക്കുറ കണ്ട് എന്താടാ വിടക്കെ നീ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബൊറൂട്ടോയ്ക്ക് മാത്രമേ നമ്മളെ ഇനി രക്ഷിക്കാൻ പറ്റൂ, അവനെ കൊണ്ട് മാത്രമേ അതിനുള്ള ധൈര്യമുള്ളൂ എന്ന് പറയാണ്. എന്താടാ നീ പറയുന്നത് എന്ന് പറയുമ്പോഴാണ് അവൻ നെഞ്ചത്ത് കൈവച്ച് പറയുന്നത്, ഇതുവരെ കിട്ടിയ ഡീറ്റെയിൽസ് വെച്ച് ഇവിടെ ആരും മരിക്കുന്നില്ല എന്ന്. അങ്ങനെ ബൊറൂട്ടോനെ കാണിക്കാണ്. അവനൊരു പ്രത്യേക ചാമ്പറിൽ ഒരു പ്രത്യേക സ്പേസിലുണ്ട്. അവൻ്റെ ആ ഒരു ചാമ്പർ ഓപ്പൺ ആവാണ്. ബൊറൂട്ടോ പുറത്ത് വരാണ്. ബൊറൂട്ടോ നോക്കുമ്പോൾ ഒരുപാടധികം ആൾക്കാരുടെ ചാമ്പേഴ്സ് അവിടെ ഉണ്ട്. അതെല്ലാം മുമ്പ് മരിച്ചവരും ഉണ്ട്, ഇപ്പോൾ അവിടെ
ജീവിച്ചിരിക്കുന്നവരും തുടങ്ങി എല്ലാവരുടെയും ചാമ്പേഴ്സ് അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ എല്ലാം അവർ ജീവനോടെ ഉണ്ട്. അപ്പോൾ ഇവരുടെ ഡമ്മി പ്ലേയേഴ്സ് മാത്രമാണ് അവിടെ പോയേക്കുന്നത്. റിയൽ ആയിട്ട് ആരും മരിച്ചിട്ടില്ല. അവിടെ റൗക്കുറോയും അതുപോലെ തന്നെ നമ്മുടെ യട്സും വരുന്നുണ്ട്. യട്സും റൗക്കുറോയും ബൊറൂട്ടോയ്ക്ക് കൂട്ടായിട്ട് നിന്ന് ഇനി ഇതെന്തായിരിക്കും നടക്കാൻ പോകുന്നതെന്ന് ആലോചിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ യട്സു പറയുന്നത് ഈ സ്ക്രോൾ നോക്കി, ഈ ഒരു സംഭവം ഇവിടെ വെച്ചിരിക്കുന്നത് നോക്കി നമുക്ക് പോവാന്ന്. അങ്ങനെ റൗക്കുറോയും ബൊറൂട്ടോയും യട്സും അതുവഴി പോവാണ്. ഇവർ കുറേ അധികം പോകുന്നുണ്ടെങ്കിലും ഇവർ വന്നു ചെയ്യുന്നത് ഒരേ സ്ഥലത്താണ്. ഇത് ബൊറൂട്ടോയ്ക്ക് ആദ്യം മനസ്സിലാവില്ലെങ്കിലും ആദ്യം തന്നെ റൗക്കുറോ പറയണ, ഇല്ലടാ ഇത് നമ്മൾ വിചാരിക്കും പോലെ ഈസി അല്ല, എന്തെങ്കിലും ഒരു വഴി വേണമെന്ന്. പക്ഷേ ആ ബൊറൂട്ടോ ആണെങ്കിൽ ഇല്ല കുഴപ്പമില്ല എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞ് പോവാണ്. അവർ ഓരോരോ സ്ഥലങ്ങൾ ഓരോരോ ഡീറ്റെയിൽസ് വെച്ച് നോക്കുകയാണ്. അവസാനം 3 പേരും കൂടെ ഒരു വഴി കണ്ടുപിടിച്ച് രക്ഷപ്പെടാമെന്ന് വിചാരിച്ച് 3 വഴിയിലേക്ക് തിരിഞ്ഞു പോവാണ്. നമ്മളുടെ യട്സുറോ അതായത് യട്സുമയുടെ കയ്യിലാണ് സ്ക്രോൾ ഇരിക്കുന്നത്. യട്സുമേനെ തിരക്കി നമ്മളുടെ റൗക്കുറോ പോവാണ്. റൗക്കുറോ പറയാണ്, ആവശ്യമുള്ളവൻ്റെ കയ്യിൽ വടി കൊടുത്തിട്ട് അവനത് അറിയോ, നീ അതെനിക്ക് താന്ന്. അപ്പം നമ്മളുടെ ആര് പറയാണ്, യട്സുമ പറയാണ് ഞാൻ തരത്തില്ല എന്ന്. അങ്ങനെ ലൈറ്റ്നിങ് സ്റ്റൈലും അവൻ്റെ ബ്ലേഡും യൂസ് ചെയ്ത് യട്സും അതുപോലെ തന്നെ റൗക്കുറോയും നല്ല രീതി ഫൈറ്റ് പോവാണ്. ഈ സൗണ്ട് ബൊറൂട്ടോ അപ്പുറത്തെ വോളിൽ കൂടെ കേൾക്കുന്നത് കൊണ്ട് തന്നെ ബൊറൂട്ടോ പെട്ടെന്ന് അവിടെ ഓടിച്ചെല്ലാണ്. ആ ഒരു സമയം കൊണ്ട് തന്നെ യട്സുമയുടെ കയ്യിൽ നിന്നും ആ സ്ക്രോളും വാങ്ങി റൗക്കുറോ മുമ്പോട്ട് പോവാണ്. നീ ഞാൻ വിചാരിച്ച സ്ഥലത്ത് എത്തിയില്ലേ, അത് കൊള്ളാം, നീ തന്നെ വന്നു പെട്ടൂലോ എന്ന് പറഞ്ഞ് ഒക്കെയാണ് മുമ്പോട്ട് വരുന്നത്. അവനെ കണ്ടതും പേടിച്ചു പോവാണ് ആര്, നമ്മളുടെ റൗക്കുറോ. ആ ഒരു സമയം നമ്മളുടെ ആര് ബൊറൂട്ടോ ആണെങ്കിൽ നമ്മളെ യട്സുമേനെ കൊണ്ട് പോകാണല്ലോ. അവൾ ക്യൂനായി എടുത്ത് ബൊറൂട്ടോയുടെ കാലിൽ ഒരു നല്ല വെട്ട് കൊടുക്കുന്നുണ്ട്. ബൊറൂട്ടോയുടെ കാല് മുറിയുന്നുണ്ട്. ബൊറൂട്ടോ പിന്നെ അവൻ്റെ നേർക്ക് വെട്ട് വരുമ്പോൾ അത് തടയുമ്പോൾ ബൊറൂട്ടോയുടെ കയ്യും മുറിയുന്നുണ്ട്. പെട്ടെന്ന് ആര് യട്സുമയുടെ കണ്ണ് മാറുകയാണ്. നീ എന്താ അവരുടെ കൺട്രോളിൽ പോയി, നിനക്ക് എന്ത് പറ്റി, നീ ഓക്കെ ആണോ എന്നൊക്കെ ബൊറൂട്ടോ പിന്നെയും അവളെ കുറിച്ച് ഓർക്കുന്നത് കണ്ടിട്ട് നമ്മളുടെ യട്സുമയുടെ പുറത്തു നിന്നും വേറെ ആരോ ഒരാൾ പുറത്തു വരാണ്. ആരാണ് നീ എന്താണ് ഇവിടെ ചെയ്യുന്നത്, യട്സുമ എവിടെ എന്ന് ചോദിക്കുമ്പോൾ യട്സുമ തന്നെയാണ് ഞാനാണ് ഇത്ര നാൾ നിന്റെ കൂടെ ഉണ്ടായിരുന്നത്. ഞാൻ കാറയിലെ ഒരു മെമ്പറാണ്. എനിക്ക് ഈ ലൈഫിൻ്റെ ഇവരെല്ലാവരും ഉദ്ദേശിക്കുന്ന ആ ഒരു മീനിങ് എന്താണെന്ന് അറിയത്തില്ലായിരുന്നു. പക്ഷെ നീ എനിക്കത് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ബൊറൂട്ടോയ്ക്ക് ദേഷ്യമാരാണ്. ബൊറൂട്ടോ പറയണം, നീ എന്താ ഇത്രയും പേരുടെ ജീവൻ വെച്ചാണോ കളിക്കുന്നത്, നിന്റെ പേരെന്താന്ന്. അപ്പോഴത്തേക്കും അവള് പറയാണ്, എൻ്റെ പേരാണ് ഓഗ. നിന്റെ മുമ്പിൽ വന്ന ഓഗ വെറും ഒരു പപ്പച്ചായിരുന്നു, അതിനെ കൺട്രോൾ ചെയ്തത് ഞാനും. നിന്റെ മുമ്പിൽ വന്ന യട്സുമെ അതെൻ്റെ ട്രാൻസ്ഫോർമേഷൻ രൂപയായിരുന്നു, അവള് ജീവനോടെ ഇല്ല. ബാക്കിയുള്ള എല്ലാവരും ചാമ്പറിൽ ജീവനോടെ തന്നെ ഉണ്ട്, നീയും ഞാനും ഉൾപ്പെടെ എല്ലാവരും. അപ്പോൾ ഒന്നും ഓർത്ത് നീ വറീഡ് ആവേണ്ടതില്ല. ഞാൻ നിങ്ങളെ ആരെയും ഇൻജുർ ചെയ്യാനോ ഹാം ചെയ്യാനോ അല്ല വിളിച്ചത്. എൻ്റെ ഉള്ളിൽ കുറേയധികം ഓർമ്മകളും ഉണ്ടായിരുന്നു. ഞാനും നിങ്ങളെപ്പോലെ ജീവിച്ചിരുന്ന ഒരാളായിരുന്നു. പക്ഷേ എൻ്റെ മെമ്മറീസ് എവിടെയോ എനിക്ക് നഷ്ടപ്പെട്ടു. പിന്നെ എന്താ നടന്നതെന്ന് എനിക്കൊന്നും ഓർമ്മയില്ല. ബ്ലാങ്ക് ഔട്ട് ആയതുപോലെ ഞാൻ നിന്നപ്പോഴാണ് ഞാനിങ്ങനെ ഒരു എക്സ്പെരിമെൻ്റ് നടത്താമെന്ന് വിചാരിച്ചത്. നിങ്ങൾ വിചാരിക്കും പോലെ ഞാൻ കാറയിലെ ഒരു മെമ്പറുമാണ്. പക്ഷെ നീ വിചാരിക്കും പോലെ ഞാൻ അത്ര പ്രശ്നക്കാരിയൊന്നുമില്ല. ഞാൻ ആ ഒരു കാര്യത്തിലൊന്നും ഇടപെടുന്നോ ഇല്ല. എൻ്റെ നെറ്റിയിൽ എഴുതിയിട്ടുള്ള ഈ ഒരു 8 എന്ന നമ്പർ മാത്രമാണ് എനിക്ക് ഓർമ്മ. പക്ഷേ എനിക്ക് പഴയതൊന്നും തന്നെ ഓർമ്മ വന്നില്ല എങ്കിലും എനിക്ക് ഭാവിയിൽ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. കാരണം നീ ഷമോനെ രക്ഷിക്കാൻ നോക്കിയപ്പോഴും അതുപോലെ തന്നെ യട്സുമേനെ രക്ഷിക്കാൻ നോക്കിയപ്പോഴും എനിക്ക് അതിൽ നിന്നും ഒരാളുടെ ജീവൻ രക്ഷിക്കുമ്പോൾ ആ ഒരു ആൾക്ക് കിട്ടുന്ന ഹെൽപ്പും മറ്റൊരാൾക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനും എത്രയാണെന്ന് മനസ്സിലായി. പിന്നീട് ബൊറൂട്ടോസ്മാക്കി ഓടി രക്ഷപ്പെട്ടു. കാരണം ഇവിടെ വെച്ച് മരിച്ചാൽ അതൊരു വലിയ മരണം തന്നെ ആയിരിക്കും. നിങ്ങൾ ചാമ്പറിലും മരിച്ചു. ഇതാണ് ഫൈനൽ സ്റ്റേജ്. ദാ ക്യൂനായി, നിനക്ക് മുമ്പേ എന്ത് വന്നാലും കുത്തിക്കൊല്ലു. ദേ ഞാൻ നിന്റെ മുമ്പിൽ എന്നെ കൊന്നിട്ട് നീ ഓടി രക്ഷപ്പെടും. ബൊറൂട്ടോ അതൊന്നും കേൾക്കുന്നില്ല. ബൊറൂട്ടോയോട് പറയാണ്, അവിടെ ഒരു സ്ക്രോൾ വെച്ചിട്ടുണ്ട്, അത് നീ ചെന്ന് എടുത്താൽ മാത്രമേ ബാക്കിയുള്ളവരുടെ തിരിച്ച് കൊണ്ടുവരാൻ പറ്റൂ. ആ ചാമ്പർ ഓപ്പൺ ചെയ്ത് നീ പോണോന്ന് അവളെയും വിളിച്ചിട്ടാണ് ബൊറൂട്ടോ ഓടുന്നത്. ആരാ, ഒഗേനെ. അപ്പോൾ ഒഗ വരുന്നില്ല എന്ന് പറയുമ്പോഴും ബൊറൂട്ടോ അവളെ എങ്ങനെയെങ്കിലും രക്ഷിച്ച് പുറത്ത് കൊണ്ടുപോകാനായിട്ട് നോക്കുകയാണ്. അങ്ങനെ ഒഗ പറയാണ്, വേണ്ട, നീ എന്നെ കൊണ്ടുപോകാൻ നോക്കേണ്ട ആവശ്യമേ ഇല്ല, നീ എൻ്റെ കൂടെ വന്നതാണ്, നിന്നെ കൊണ്ട് ഞാൻ പോകത്തുള്ളൂ. ഒരാളെയും ഒറ്റയ്ക്കാക്കി ഞാൻ പോകത്തില്ല. അങ്ങനെ പോയാൽ ഞാൻ ഒരിക്കലും സമാധാനമായിട്ടിരിക്കത്തില്ല. നീ എങ്ങനെയൊക്കെ ചെയ്താലും എന്തൊക്കെ ചെയ്താലും നിന്നെ കൊണ്ടേ പോകത്തുള്ളൂ. അങ്ങനെ അവർ രണ്ടുപേരും ചാമ്പറിൻ്റെ അങ്ങോട്ട് വരുന്നുണ്ട്. അതായത് ആ ഒരു ഹാലൂസിനേഷൻ ഗെഞ്ചിറ്റ്സ് സ്ഥലത്ത് നിന്ന് പുറത്ത് വരുന്നുണ്ട്. ആ ഒരു സമയത്താണ് നമ്മൾ സറാഡനെ കാണിക്കുന്നത്. സറാഡ അൻപൊക്കെ പറഞ്ഞത് കേട്ടിട്ട് ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് അവൾ തന്നെ വെച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും അവർക്ക് ഒരു രീതിയിലും ഒരു സിഗ്നലും കിട്ടുന്നില്ല. അങ്ങനെ കുറേ അധികം നേരം കൊണ്ട് മിറ്റ്സുഗി, സറാഡ അതുപോലെ തന്നെ നമ്മുടെ കവാക്കി മാറി ശ്രമിക്കുകയാണ്. ഇവിടെ എല്ലാവരും പുറത്തിറങ്ങിയിട്ടുണ്ട്. നമ്മളുടെ ബൊറൂട്ടോ ആണ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് കൈ പിടിച്ചേക്കുന്നത്. അതേസമയം നമ്മളുടെ ആര് ബെറ്റൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നിൽക്കുന്ന നമ്മളുടെ ആര് റൗക്കുറോനെയൊക്കെ അറസ്റ്റ് ചെയ്ത് പിടിച്ചു വെക്കുന്നുണ്ട്. നമ്മളുടെ ബൊറൂട്ടോയോടാണെങ്കിൽ
ഒഗ നന്ദി പറഞ്ഞിട്ടാണ് പോകുന്നത്. ഇവിടെ ഒഗേനെ ബൊറൂട്ടോ മാത്രമേ കണ്ടിട്ടുള്ളൂ, വേറെ ആരും തന്നെ ഒഗേനെ കണ്ടിട്ടില്ല. വേറെ എല്ലാവരും വരുന്നതിന് മുമ്പ് തന്നെ ഒഗ നമ്മളുടെ ബൊറൂട്ടോ അടുത്ത് നിന്നും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷമോന്റെ കാര്യമൊക്കെ നമ്മളുടെ ബൊറൂട്ടോ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അതേസമയം കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് കൂടെ സാറാട പറയുന്നുണ്ട്, ബൊറൂട്ടോ മര്യാദയ്ക്ക് നീ വാ, നിന്റെ കണകണ സംസാരമൊക്കെ ഞാൻ ഇവിടെ കേൾക്കുന്നുണ്ടോ, മര്യാദയ്ക്ക് നീ വരുന്നുണ്ടോ, എത്ര നേരെ നീ ഈ സാധനം കൈ വെച്ചിട്ടാണോ ഇത്രയും നേരം മാക്കാന്ന് പറഞ്ഞ് ഇത്രയായിട്ട് അലച്ചത്, മര്യാദയ്ക്ക് വാച്ചെറുക്കാന്ന്. അങ്ങനെ നമ്മുടെ കുട്ടി പിള്ളേരെല്ലാം സേഫായിട്ട് അവരവരുടെ വില്ലേജിലേക്ക് പോകുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കാണിക്കുന്നത് നാറൂട്ടോയുടെ കൂടെ കുറാമ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള ഒരു ഫ്ലാഷ് ബാക്കിനെ പറ്റിയിട്ടാണ്. ആ സമയത്ത് നമ്മളുടെ സാസ്കി ആണെങ്കിൽ ലാൻഡ് ഓഫ് റെഡൌക്കു എന്ന് പറയുന്ന ഒരു വില്ലേജിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ പ്രസന്റിൽ കയറാണ് നമ്മളുടെ സാസ്കി. അപ്പോൾ ആ ഒരു സംഭവം നടക്കുന്നതിന് രാത്രി തന്നെ നമ്മളുടെ സാസ്കി എന്തെയാണ് ആ ഒരു സംഭവം നാറൂട്ടോയ്ക്ക് ഹവാക്ക വഴി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളുടെ പ്ലാൻ പ്രകാരം ആ ഒരു ഇന്റൽ കോഡ് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ഈ പ്രസന്റിൽ കയറുക എന്ന ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ കടന്നിരിക്കുന്നു. ഇനിയുള്ള സംഭവങ്ങൾ ഞാൻ നിന്നെ അറിയിക്കാം, ഡിലേ ഉണ്ടായാലും വിഷമിക്കേണ്ട, ഞാൻ വന്നോളാം എന്ന്. അപ്പോഴത്തേക്കും നമ്മളുടെ സാസ്കി അടുത്ത ദിവസം തന്നെ നമ്മളുടെ ഇതിനകത്ത് കയറാണ്. അപ്പോൾ അതിനകത്തൊരു പഫ് മുടി വെച്ചവനുണ്ട്, അവൻ്റെ പേരാണ് പെഞ്ചറ. അപ്പോൾ പെഞ്ചറ കണ്ടിട്ട് ഓ ഇവൻ്റെ കയ്യിൽ റിങ് ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജിജി പറയുന്നുണ്ട് ശരിയാണല്ലോ, അവൻ്റെ കയ്യിൽ റിങ് ഇല്ല. അപ്പോൾ ഇത് എല്ലാവരും അവിടെ സംസാരിക്കുകയാണ്. അപ്പോൾ അവിടെ ഗന്നോ എന്ന് പറയുന്ന ഒരാളുണ്ട്. ഗന്നോ ഒത്തിരി വയസ്സായ ഒരാളാണ്. ഗന്നോ പറയാണ് എല്ലാവരുടെ കയ്യിലും റിങ് കാണണമെന്നില്ല, എല്ലായിടത്തും കല്യാണം കഴിഞ്ഞാൽ റിങ് ഇടണമെന്നൊരു നിയമവും ഇല്ല. ഗന്നോയാണ് ഒത്തിരി വയസ്സായിട്ട് പ്രായമുള്ള ആ ഒരാളിരിക്കുന്നില്ലേ, വയസ്സായി പ്രായമുള്ള ആള്. ഓക്കെ, അങ്ങനെ നമ്മളുടെ ഗന്നോ പറയുന്നത് കേട്ടാ അതെ അങ്ങനെ ആയിരിക്കാം എന്ന രീതിയിൽ ഇവർ സംസാരിക്കുന്നുണ്ട്. എന്നാലും നമ്മളുടെ ജിജിക്ക് ആകാംക്ഷ അടക്കാൻ വയ്യാതെ അവൻ ചോദിക്കുന്നുണ്ട്, ഓ നീ എന്ത് വിചാരിക്കുന്നു അത് തന്നെ ആയിരിക്കും ഞാൻ എന്ന് പറയാണ്. ആ ഒരു സമയത്ത് നമ്മളുടെ ജിജി ആണെങ്കിൽ പുറകെ ഇരിക്കുന്ന കുറച്ച് വേട്ടാവളിയന്മാരെ നോക്കിയിട്ട് അവന്മാർ ഭയങ്കര പ്രശ്നമാണ്, സീൻ സാധനങ്ങളാണ്, നീ സൂക്ഷിക്കണം എന്ന് പറയാണ്. ആരോട് സാസ്കിയോടോ? വാ 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 നിങ്ങൾക്ക് എന്നെ അറിയത്തില്ല, നീ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ എന്താ ചെയ്തിട്ടുള്ളത് നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആ ഒരു വൃത്തികെട്ടവൻ അവൻ പറഞ്ഞ വേട്ടാവളിയൻ എന്ത് ചെയ്യാണ്, ഒരു ഫോർക്ക് എടുത്തിട്ട് എറിയാണ് നമ്മുടെ സാസ്കിക്ക് നേരെ. സാസ്കിയുടെ കണ്ണി വന്നുകൊണ്ടനെ സാസ്കി ജസ്റ്റ് അടുത്ത് വന്നപ്പോൾ തന്നെ സിമ്പിളായിട്ട് പിടിച്ചത് തിരിച്ചറിയാണ്. അവൻ്റെ കാലിൻ്റെ തുടക്കി കൊണ്ടിട്ട് അവൻ മൂടം കുത്തി അവിടെ വീഴുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം കണ്ട് എല്ലാവരും ഞെട്ടിപ്പോവാണ്. ഒരു ഇങ്ങനെ ആക്കിയിട്ട് ആർക്കും അവന് തൊടാൻ പോലും പറ്റത്തില്ല, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ. അപ്പോൾ ഈ സാസ്കി അവിടെ ഉള്ള എല്ലാവരെയും അടിച്ചിട്ടാണ്, അവനെ അടിക്കാൻ വന്ന എല്ലാവരും തിരിച്ചടിച്ചിട്ടാണ്. അപ്പോൾ സാസ്കി ഡിഫൻസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ സാസ്കി പറയാണ്. അപ്പോൾ ഒരു പ്രിസണർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. അതേസമയം അവിടത്തേക്ക് ആ ഒരു നമ്മുടെ പ്രിസണിൻ്റെ ചീഫ് വരാണ്, അയാളുടെ പേരാണ് സൺസ്രു. അപ്പോൾ സൺസ്രു എന്ന് പറയാണ്, സാസ്കി മോനെ നീ ഇവിടുത്തെ സംഭവം ഒന്നും അറിയത്തില്ലെന്ന് തോന്നുന്നു. സൺസ്രു ഒന്ന് തൊട്ടതും ഇവിടെയുള്ള എല്ലാവരും ഞെട്ടിപ്പോവാണ്. പ്രത്യേകിച്ച് സൺസുറ് തൊട്ടാൽ നമ്മുടെ കുക്ക്. അപ്പോൾ കുക്ക് പറയണ ഞാൻ ഒന്നും കണ്ടില്ല, എനിക്കൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞാൽ അയാൾ അവിടെ നിന്ന് പോവാണ്. അപ്പോൾ സൺസുറ് പറയണ ഞാനെല്ലാം കണ്ടു, എനിക്കെല്ലാം മനസ്സിലായി സാസ്കി, നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാം. നീ വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത്. നീ നിന്നാൽ നീ ഇവിടെ നിന്ന് ജീവനോടെ പ്രശ്നത്തിന് ഉണ്ടാക്കിയാൽ പുറത്ത് പോകത്തില്ല, ആ പ്രശ്നത്തിന് അനുഭവിച്ചേ പോവാണ്. അങ്ങനെ സൺസുറ് ആണെങ്കിൽ ജിജിനെയും അതുപോലെ തന്നെ ഗന്നോനെയും എല്ലാവരെയും നമ്മുടെ പുഞ്ചിരനെ എല്ലാവരെയും വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അതായത് ഒരു പ്രിസണർ രക്ഷപ്പെട്ടിട്ടുണ്ട്, അവന് ഇനി എന്താ നടക്കാമെന്ന് നിങ്ങൾക്ക് അറിയാലോ എന്ന്. അങ്ങനെ നമ്മളുടെ ആൾക്കാരെല്ലാം പണിക്കിറക്കാണ്. ആ ഒരു സമയത്ത് ആ രക്ഷപ്പെട്ട പ്രിസണറിലെ സാസ്കി വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ ആ ഒരു പ്രിസണറിനെ കാണിക്കുകയാണ്. അതിനെ മെന്നോ എന്ന് പറയുന്ന ഒരു ജീവി കൊന്നേക്കാണ്. അങ്ങനെ ഈ മെന്നോ എവിടെ നിന്ന് വന്നു എന്ന് പറഞ്ഞ് സാസ്കി നോക്കുകയാണ്. ഇതിനെ എവിടെയോ കണ്ട് നല്ല പരിചയമുണ്ട്, പക്ഷെ ഈ അടുത്തൊന്നും അല്ല, നേരിട്ടുവാണോ എന്താന്ന് സാസ്കിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും സാസ്കിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇവിടെ എന്തൊക്കെയോ പ്രശ്നമുണ്ട്. ഈ സെൻസറും ആണ് മെന്നോ ആണ് കൺട്രോൾ ചെയ്യുന്നത്. മെന്നോ എന്ന് പറഞ്ഞാൽ അത്രയും റെയർ ആയിട്ടുള്ള ഏതോ ഒരു സ്പീഷീസ് ആണ്. സാസ്കി അടുത്തൊന്നും കണ്ടിട്ടുമില്ല. അപ്പോൾ സാസ്കി ആണെങ്കിൽ വൈകുന്നേരം വരെ അവിടെ പണിയെടുക്കുന്നുണ്ട്. സാസ്കി ആ സ്ഥലത്തിന്റെ പ്രത്യേകതയും ഓരോന്നിനെ പറ്റി ചോദിക്കുന്നുണ്ട്. ജിജി പറയുന്നുണ്ട് നമ്മൾ ഈ കുഴിക്കുന്നിടത്ത് അവരെന്തോ ഒരു ഫാമിംഗ് നടത്തുന്നുണ്ട്, നമ്മൾ എവിടെയൊക്കെ കുഴിക്കുന്നോ അവിടെ എല്ലാം അവർ ഫാമിംഗ് നടത്തുന്നുണ്ട്, എന്തോ ഒരു പ്രത്യേകതരം ചെടി ഇവിടെ വളർത്തുന്നുണ്ടെന്ന്. അടുത്ത് അങ്ങനെ രാത്രി നമ്മൾ സാസ്കി ആണെങ്കിൽ ജയിലിങ്ങനെ ഇരിക്കുമ്പോൾ ജിജിയും അതുപോലെ തന്നെ പോയിഞ്ചറയും കൂടെ അവരിങ്ങനെ നമ്മളുടെ പകിട പോലത്തെ കളി കളിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് 2 കോയിൻ ഇടും, അവർ പറഞ്ഞ നമ്പർ വരുമോ ഇല്ലയോ എന്നാണ്. അപ്പോൾ സാസ്കി ആണെങ്കിൽ അത് കളിക്കാതെ മാറിയിരിക്കുകയാണ്. അപ്പോൾ ഗന്നോ വിളിക്കുന്നുണ്ട്, മോനെ നീ വന്ന് കളിയെന്നും പറഞ്ഞ്. അപ്പോൾ സാസ്കി ആണെങ്കിൽ വരുന്നില്ല എന്ന് പറയാണ്. അപ്പോഴത്തേക്കും നമ്മൾ ജിജി പറയാണ്, നീ ഇത് കളിച്ചാൽ നീ ജയിച്ചാൽ നീ ചെയ്യുന്ന പറയുന്ന എന്ത് കാര്യവും ഞാൻ ചെയ്യുമെന്ന്. ഓ നീ ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ഗന്നോ പറയണം ഉറപ്പായിട്ടും അതാണ് ഈ കളിയുടെ നിയമമെന്ന്. അങ്ങനെ സാസ്കി വന്നിരുന്ന് ആ കളി എങ്ങനെ എന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ സാസ്കി പറയാണ്, ഈ കളി ജയിച്ചാൽ ഞാൻ നിങ്ങൾക്ക്
ഈ ഒരു ഡയമണ്ട് പോലത്തെ ഈ ഒരു സ്റ്റോൺ തരാം. ഇനി ഞാൻ ജയിച്ചാൽ ഞാൻ പറയുന്ന എന്തും നിങ്ങളിപ്പോൾ പറഞ്ഞതുപോലെ നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യേണ്ടി വരും. ഉറപ്പായിട്ടും ഇത് കുറേ നാൾ കളിച്ചുള്ള എക്സ്പീരിയൻസ് ജിജിക്കും പോയിക്കും അതുപോലെ തന്നെ ഗന്നോയ്ക്കും ഉള്ളതുകൊണ്ട് തന്നെ അവരത് സമ്മതിക്കുകയാണ്. ഗന്നോയ്ക്ക് കുറേ നാൾ കൊണ്ട് ഈ ജയിലിലുള്ള ആളാണ്. അങ്ങനെ സാസ്കി ഒരു ഇതിടാണ്. അപ്പോൾ അവരാര് പറഞ്ഞ നമ്പർ വന്നു എന്ന് വെച്ചാൽ സാസ്കി പറഞ്ഞ 3 എന്ന നമ്പർ തന്നെ വന്നേക്കാണ്. അതുകൊണ്ട് തന്നെ സാസ്കി അതിൽ ജയിക്കുകയാണ്. ഒറ്റ ഇതിൽ തന്നെ നീ ജയിച്ചോ, അതെങ്ങനെയെന്ന് ഗന്നോ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഗന്നോയ്ക്ക് മനസ്സിലായി എന്തോ ഒന്നുണ്ടെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ എനിക്ക് ചെയ്തു തരുമെന്ന് ചോദിക്കുമ്പോൾ എന്താണെന്ന് ചോദിക്കുകയാണ്. അതായത് ഇവിടുത്തെ ഗാർഡ്സിനെ കുറച്ച് നേരം ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്യണം, എനിക്കൊന്ന് പുറത്ത് പോയിട്ട് വരണം, ഞാനിവിടെ ഇല്ലാന്ന കാര്യം ഗാർഡ്സ് അറിയരുത്. എൻ്റെ പൊന്ന സാസ്കി നീ വേറെ എന്തെങ്കിലും വേണോ ചോദിച്ചോ, ഇത് മാത്രം നീ എന്നോട് ചോദിക്കരുത്, എനിക്ക് പറ്റത്തില്ല എന്ന് പറയണം. അപ്പോൾ സാസ്കി പറയണം ഞാൻ പോയിട്ട് വരാം, നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യും, എങ്ങനെയെങ്കിലും ഇതാക്കിയാൽ മതി, ഞാൻ തിരിച്ചു വരും എന്ന് പറയണം. അങ്ങനെ സാസ്കി എന്ത് ചെയ്യാണ്, പുറത്ത് പോവാണ്. സാസ്കി നേരെ പോയിട്ട് നോക്കുന്നത് മറ്റേ നമ്മുടെ മെനോ ഇല്ലേ അതിനാണ്. മെനോയുടെ അടുത്തേക്ക് സാസ്കി പോവാണ്. സാസ്കി കാണുന്നുണ്ട് മെനോയുടെ നിഴല്. അതായത് സാസ്കി പോകുന്ന ഡയറക്ഷനിലേക്ക് മെനോ വരണം. ഓപ്പോസിറ്റ് വന്ന് നിന്ന് മെനോ നല്ല രീതിയിൽ സാസ്കിയോട് അലറുകയാണ്. സാസ്കി ഷെറിങ്ങിനെ യൂസ് ചെയ്ത് മെനോനെ എന്ത് ചെയ്യാണ്, അറ്റാക്ക് ചെയ്യാണ്. മെനോനെ കൺട്രോൾ എടുക്കാൻ നോക്കുകയാണ്. അങ്ങനെ മെനോൻ്റെ കാലിൽ സാസ്കി നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. മെനോ ആണെങ്കിൽ അവിടെ മൊത്തം പൊളിച്ച് മാന്തി വെക്കുന്നുണ്ട്. അതൊക്കെയും നല്ല പാടായിട്ട് വരുന്നുണ്ട്. മെനോയുടെ കാലിലും നല്ലൊരു വലിയ സ്ട്രൈക്കിൻ്റെ പാട് വരുന്നുണ്ട്. സാസ്കി ആണെങ്കിൽ ഒരു വലിയ സ്ക്രോൾ കൊണ്ടുവന്ന് അതിൽ വലിയൊരു ക്യൂണായി എടുത്ത് മെനോൻ്റെ ഒരു വിരൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, വെട്ടിക്കളയുന്നുണ്ട്. ഇതങ്ങനെ റീജനറേറ്റ് ആവുന്ന ഒരു മൃഗമല്ല എന്ന് സാസ്കിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ സാസ്കി നോക്കുമ്പോൾ മെനു ബ്ലഡും കൊണ്ട് അങ്ങനെ പാവം ഓടി വരുന്നു. സാസ്കി എന്ത് പാവമാണ്, അത് എന്തിനാണ് അങ്ങനെ ചെയ്തതെന്നൊക്കെ നമുക്ക് ചോദിക്കാൻ തോന്നും. ചോദിക്കാൻ പറ്റുമല്ലോ. അങ്ങനെ ജിജി ആണെങ്കിൽ നീ എന്തിനാ ഇന്നലെ പുറത്തു പോയത്, എന്തായിരിക്കും സംഭവം, ഇന്നലെ തൊട്ട് മെനോൻ്റെ ശല്യമില്ല, നീ എന്നല്ലല്ലോ എന്നെ വെച്ചിട്ട് അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറയാണ്. പെട്ടെന്ന് മെനോ അവിടത്തേക്ക് വരികയാണ്. അപ്പോൾ ഇതേത് മെനോ എന്ന് പറഞ്ഞ് നോക്കിയാൽ ഇതെങ്ങ് പോയിട്ടില്ലാത്ത പോലെ ഇതിവിടെ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ സെൻസറോ അങ്ങോട്ട് വരികയാണ്. സാസ്കി സെൻസറോനെ നോക്കുകയാണ്. ഒരു രീതിയിലും സാസ്കിക്ക് ഒരു പേടിയും സെൻസറോനെ കണ്ടിട്ട് വരാത്ത പോലെയാണ് സാസ്കി നിൽക്കുന്നത്. അപ്പോൾ സെൻസർ പറയണം നീ എന്ത് ധൈര്യമാണ്. ധൈര്യം മാത്രമല്ല തൻ്റെ കണ്ണ് ആർട്ടിഫിഷ്യൽ അല്ലേ, അതുകൊണ്ടല്ലേ ഈ കണ്ണാടി വെച്ചേക്കുന്നത് എന്ന് സാസ്കി ചോദിക്കുകയാണ്. അതും നീ കണ്ടുപിടിച്ചില്ലേ, നീ ഇത് വെച്ചിട്ടല്ലേ മെനോനെ കൺട്രോൾ ചെയ്യുന്നതെന്നും സാസ്കി ചോദിക്കുകയാണ്. അതും അങ്ങനെയാണ്, ഇതാണല്ലേ ഷെറിങ്ങിൻ്റെ പ്രത്യേകത, ഞാൻ കേട്ടിട്ടേ ഉള്ളൂ പക്ഷെ ഇപ്പോൾ കാണാൻ പറ്റി എന്ന് ആര് പറയാണ്, നമ്മൾ സെൻസറോ. അതേസമയം ഇവിടെ ഒരു സ്കൂൾ പോലത്തെ സ്ഥലത്ത് കാണിക്കുകയാണ്. അവിടെ നമ്മുടെ കക്കാശി പഠിപ്പിക്കാൻ വന്നേക്കാണ്. ഒരു പ്രിൻസസിനെയും ഒരു പ്രിൻസിനെയും കക്കാശി പഠിപ്പിക്കണം. ഈ 2 പേർക്കും വായിക്കാനും എഴുതാനും അറിയത്തില്ല. നറാറ മനാറി എന്ന് പറഞ്ഞാൽ 2 പിള്ളേർ. പ്രിൻസ് നറാറയാണെങ്കിൽ നമ്മുടെ കക്കാശിയുടെ മെയിൻ ആയിട്ട് നിൽക്കുന്ന ആളാണ്. ഈ മനാറിക്ക് കുറച്ചുകൂടെ ഒരു ലോജിക്കൽ ഐഡിയ ഒക്കെ ഉണ്ട്. അപ്പോഴത്തേക്കും എന്താണ് അവിടെ ഉള്ള ആൾ നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് പുതിയൊരു സാറ് വന്നിട്ടുണ്ടെന്ന് പറയാണ്. നമ്മുടെ സാസ്കിയും കക്കാശിയും പോയേക്കുന്നത് ഒരേ ഒരു ഇതുള്ള മിഷനിലേക്കാണ്. അപ്പോൾ അവർ 2 സ്ഥലത്ത് പോയി അന്വേഷിക്കേണ്ടതായിട്ടുള്ളതുകൊണ്ടാണ് 2ആയിട്ട് സ്പ്ലിറ്റ് ആയിട്ട് പോയേക്കുന്നത്. അടുത്ത എപ്പിസോഡ് കാണുന്നത് എല്ലാവർക്കും ടാറ്റാ.